ഹൈബീഡിനോടൊപ്പം നമ്മുടെ ആലത്തൂരിന്റെ വാനമ്പാടി എം വ്യാഹരാജൻ. ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്ക് എറണാകുളം മാർക്കറ്റിൽ എന്താ കാര്യമെന്നല്ലേ? അത്ര നിസ്സാരമല്ലാത്ത കാര്യമുണ്ട്. ആലത്തൂർ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നംകുളം മേഖലയിലെ 10,000-ഓളം വോട്ടുകളാണ് എറണാകുളം മാർക്കറ്റിലുള്ളത്. അപ്പോൾ എല്ലാവരോടും പറയുക, എറണാകുളം ആണെങ്കിലും ആലത്തൂരാണെങ്കിലും ചിഹ്നം കൈപ്പത്തിയാണ്. മാർക്കറ്റിലെ കുന്നംകുളം കച്ചവടക്കാരും അവിടെ നിന്നുള്ള തൊഴിലാളികളുമെല്ലാമായി. വീടുകളിലെത്തിയാലും ഇവരെയൊന്നും നേരിട്ട് കാണാനാവില്ലെന്നതിനാലാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി എറണാകുളം മാർക്കറ്റിലെത്തിയത്. കൊച്ചിയിൽ അവർ താമസിക്കുകയും അവരുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളുമെല്ലാം ഇപ്പോഴും കുന്നംകുളത്തുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ പിന്തുണയും വലിയൊരു ഒരു കരുതലും ഒരു സ്നേഹവും അതെല്ലാം ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി അവർ നൽകുന്നതിന് വേണ്ടി തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എറണാകുളം മാർക്കറ്റിന് പരിചിതനായ ഹൈബി ഈഡനും എറണാകുളത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം കടകൾ കയറിയിറങ്ങി വോട്ട് തേടി. കുന്നംകുളം പ്രദേശത്തെ ദശാബ്ദങ്ങളായി കച്ചവടത്തിന് വന്നിരിക്കുന്ന, ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കുന്നംകുളത്തെ ഇന്നും വോട്ടർമാരാണ്. 5,000 മുതൽ 10,000 വരെ വോട്ടർമാർ ഇവിടെ ഉണ്ട്. ആലത്തൂരിൻ്റെ പെങ്ങളുകുട്ടി ഇന്ന് കൊച്ചിയിൽ വോട്ട് തേടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എറണാകുളത്തിനും ആലത്തൂരിനും കൈപ്പത്തിക്കും വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങിയിരിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കുന്നംകുളത്തെ സ്ഥാനാർത്ഥികൾ എറണാകുളം മാർക്കറ്റിലെത്താറുണ്ട്. 10,000-ഓളം വരുന്ന കുന്നംകുളം വോട്ടുകൾ ഉറപ്പാക്കാനാണ് സ്ഥാനാർത്ഥികളുടെ ശ്രമം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.